ഹലോ ഗായ്സ്. സോ എല്ലാവർക്കും നമ്മളുടെ അടുത്ത വീഡിയോയിലേക്ക് വെൽക്കം. സോ നമ്മളുടെ ഡേ 2 ഇൻ സിയാറ്റിലാണ്. ആൻഡ് ഇന്ന് നമ്മളൊരു നാഷണൽ പാർക്കിലേക്ക് പോകും. അപ്പോൾ നമ്മളൊന്ന് സിയാറ്റിൽ ഡൗൺ ടൗണിലെ ഹോട്ടലൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് കണ്ടോ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് ഇവിടുത്തെ നീഡിൽ കാണാം. ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ നാഷണൽ പാർക്കിലേക്ക് പോവാം. സോ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴി കാണാം. നമ്മളുടെ റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെയുള്ള നീഡിലിൻ്റെ വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. സോ നല്ല സൂപ്പർ കറക്റ്റ് വ്യൂ ആയിരുന്നു നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്നൊരു 2 hour ഡ്രൈവ് ഉണ്ടായിരുന്നു മൗണ്ട് റെയിനിയർ നാഷണൽ പാർക്കിലേക്ക്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. സോ അങ്ങനെ 2 മണിക്കൂർ ഡ്രൈവൊക്കെ ചെയ്ത് നമ്മൾ മൗണ്ട് റെയിനിയർ എത്തി. അവിടെ ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ കാണാനുണ്ട്. സോ കുറേ മൗണ്ടൻ വ്യൂസ് ഉണ്ട്, ഗ്ലേസിയേഴ്സ് ഉണ്ട്, കുറേ സീനിക് വ്യൂസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ആ മരങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് സീനിക് സ്പോട്ട്സ് ഉണ്ട്, കുറേ ഹൈക്കുകളുണ്ട്, അങ്ങനെ വൈൽഡ് ലൈഫ് കാണാം, അങ്ങനെ കുറേ കാണാനുണ്ട് അതിനകത്ത്. സോ നമ്മളിതിനകത്തൂടെ പോയിട്ട് കുറേ നല്ല സീനിക് സ്പോട്ടിലൊക്കെ നിർത്തുക, വ്യൂ കാണുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ പോയി അവിടെ മൗണ്ട് റെയിനിയറിൻ്റെ റിഫ്ലക്ഷൻ കാണുന്ന ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടാണ് നമ്മൾ മാപ്പ് ഇട്ടേക്കുന്നത്. സോ അതിനിടയ്ക്കുള്ള കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും വ്യൂ പോയിൻറ്റുകളും സ്പോട്ടുകളും അങ്ങനെയൊക്കെ നിർത്തി പയ്യെ പോകാം. നമുക്ക് ടൈറ്റ് സ്കെഡ്യൂളൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്ത് പയ്യെ നമ്മളുടെ സമയത്തിന് പോകാവുന്ന ഒരു ഐറ്റിനറി പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ആ ലേക്കിൻ്റെ വ്യൂ കാണാനാണ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ Airbnb പോകാനാണ് ഇന്നത്തെ പ്ലാൻ. തുടങ്ങിയപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ പയ്യെ മൗണ്ടനൊക്കെ കയറി ഇങ്ങനെ പയ്യെ മുകളിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തണുപ്പൊക്കെ കൂടി വരുന്നു, സ്നോ ഒക്കെ കാണാൻ തുടങ്ങി. സോ ഒരു പോയിൻ്റ് കഴിഞ്ഞ് നമ്മൾ പോയ പിന്നെ ഫുൾ സ്നോ ആയിരുന്നു. സൈഡിലൊക്കെ നിറച്ച് സ്നോ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല സ്നോഫോൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അത്രയ്ക്ക് സ്നോ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ. പിന്നെ മൗണ്ടൻസൊക്കെ ഇങ്ങനെ സ്നോയിൽ കിടക്കണു. നമ്മുടെ ട്രീകളിലൊക്കെ മരത്തിലൊക്കെ നിറച്ച് സ്നോ കിടക്കണു. അപ്പോൾ ആ ഒരു വ്യൂ നല്ല രസമായിരുന്നു. ആൻഡ് പെട്ടെന്നായിരുന്നു ആ ഒരു ചേഞ്ച്. സാധാരണ ഒരു എന്താ പറയുക, കാണുന്ന ആ ഇതിൽ നിന്ന് ഫുൾ മരത്തിലും റോഡിലും ഒക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന ഇതൊക്കെ കാണാൻ അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനിടയ്ക്കാണ് പോകുന്ന വഴിക്ക് നമ്മളൊരു വാട്ടർഫോൾ കണ്ടത്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ എന്തെന്ന് വെച്ചാൽ അത് കുറച്ച് താഴത്തേക്ക് ഇത്തിരി അധികം ഹൈക്കൊന്നുമില്ല, ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങി പോകണമായിരുന്നു. പക്ഷേ അവിടെ ഫുൾ സ്നോ കിടക്കുന്നതുകൊണ്ട് ഞാനും അപ്പവും പോയില്ല. എന്താണെന്ന് വെച്ചാൽ വാവിനെയും കൊണ്ട് പോകാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. അവർ രണ്ടുപേരും പോയിട്ട് താഴെ പോയി കുറച്ച് ഫോട്ടോസും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരണം, എൻ്റെ വീഡിയോയ്ക്ക് ഉപകാരപ്പെടുന്നു. സോ അവർ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നു. നല്ല വൈബായിരുന്നു എന്നാണ് പറഞ്ഞത് താഴെ അങ്ങനെ വാട്ടർഫോൾ കാണാൻ. സോ സ്നോയിലൊരു വാട്ടർഫോൾ ഒക്കെ കാണാൻ പറ്റി. നമുക്ക് മുകളിൽ നിന്നൊരു വ്യൂ ഉണ്ടായിരുന്നു വാട്ടർഫോളിന്. സോ നമ്മൾ മുകളിൽ നിന്ന് എൻജോയ് ചെയ്തു, ഇവർ താഴെ പോയി കുറച്ചും കൂടെ ബെറ്റർ വ്യൂ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് പയ്യെ മാപ്പൊക്കെ നോക്കി ഇങ്ങനെ വന്നപ്പോഴാണ് അവിടെ
ആ മൗണ്ടൻ്റെ റിഫ്ലക്ഷൻ കാണുന്ന ലേക്കിലേക്ക് പോകുന്ന വഴി അടച്ചിട്ടേക്കുക. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ സ്നോഫോളും അവിടെ ഭയങ്കര സ്നോഫോളായിരുന്നു. അപ്പം അങ്ങോട്ടുള്ള വഴിയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, കുറച്ച് റിസ്ക്കിയാണ് അങ്ങോട്ട് പോകുന്ന ഉള്ളതുകൊണ്ട് അവരവിടെ ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു വഴി. അപ്പം നമുക്ക് ആ ലേക്കിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ തിരിച്ച് റിട്ടേൺ വന്ന് അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു വിസിറ്റർ സെൻറ്റർ പോലെ. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ടിട്ട് അവിടെ കുറച്ച് സ്നോയും അവിടെ നിന്ന് ഉള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിക്കുവിനെ പുറത്തിറക്കി സ്നോയിലൊക്കെ കളിപ്പിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ അപ്പോഴത്തേക്കും ഈവനിങ് ആയിരുന്നു, പിന്നെ നമുക്ക് കഴിച്ചിട്ട് വേണം എയർബിഎൻബിയിലേക്ക് പോകാൻ. സോ നമ്മൾ മൗണ്ട് റേനിയറിലുള്ള കറക്കം അവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോയി. കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ എയർബിഎൻബിയിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ സൂപ്പറായി അവിടെ കഴിച്ചു. ഇനിയിപ്പോൾ ബാക്കി അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ. We don't need no education. No!